ഒരു പോലീസുകാരൻ്റെയും ഭീഷണിക്ക് മുമ്പിൽ തലകുനിക്കാതെ MSFന്റെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഇവിടെ സോഹിബും അഫ്നാസും സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, ഇന്നലെ MSFന്റെ കൊടി ഈ സമ്മേളന നഗരിയിൽ ഉള്ളതുപോലും അടുപ്പിച്ചെടുത്തു. കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് നമുക്കറിയാം. കോർപ്പറേഷനിൽ ഏതെങ്കിലും പണിക്കാരൻ വിചാരിച്ചാൽ അത് അഴിച്ചു കൊണ്ടുപോകില്ല എന്നും നമുക്കറിയാം. ഭരിക്കുന്ന പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ചാണ് അഴിച്ചു കൊണ്ടുപോയത്. MSFകാർ പണമടച്ച് നിയമപ്രകാരമുള്ള പെർമിഷൻ എടുത്ത ഈ മുതലക്കുളം സമ്മേളന നഗരിയിൽ ഉയർത്തിയ പതാക പോലും നിങ്ങൾ അഴിച്ചു കൊണ്ടുപോയി. നിങ്ങൾ MSFനെ കുറിച്ച് എന്താ കരുതിയത്? ഈ MSFന്റെ ത്രിവർണ്ണ പതാകയുമായി കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് നിങ്ങൾ തിട്ടൂരം പ്രഖ്യാപിച്ച ക്യാമ്പസുകളില്ലേ? ഈ കോഴിക്കോട് ജില്ലയിലെ എത്ര ക്യാമ്പസുകൾ? നിങ്ങൾ MSFന് മുമ്പിൽ അടച്ചുപൂട്ടിയ നിലവറകളില്ലേ, ബി നിലവറകൾ? ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ആ ബി നിലവറകൾ ചവിട്ടി തുറക്കാൻ MSFന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ഉയർത്താൻ തീരുമാനിച്ചാൽ എവിടെയും ഞങ്ങളുടെ കൊടി ഞങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് ഈ സമ്മേളനം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മെസ്സി വരും എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചതുപോലെ ആകില്ല. വരും എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലെ യുവാക്കളെ കബളിപ്പിച്ചതുപോലെ ആകില്ല. ഉയർത്തുന്നു പറഞ്ഞാൽ ഉയർത്തുന്ന സംഘടനയുടെ പേരാണ് MSF എന്ന് ഈ നാട് ഭരിക്കുന്ന പാർട്ടിയെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.